ജോൺ എങ്ങനെയാണ് ഇതുപോലെ ഇഷ്ടപ്പെടാത്ത അല്ലെ? എനിക്ക് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ആദ്യം ചെയ്ത ഈ പറഞ്ഞ ആത്മഹത്യയൊക്കെ ചെയ്തപ്പോഴ് എനിക്ക് ഈ കൊച്ചു പിള്ളേരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ശാരീരിക പീഡനം എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചേട്ടാ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് റേപ്പ് സീൻ അങ്ങനത്തെ പരിപാടികളൊന്നും തരാതിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്കത് എന്റെ വീട്ടിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അപ്പനും അമ്മയ്ക്ക് ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അപ്പൊ കുറച്ചൊക്കെ ഞാൻ അത് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സീനുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. എനിക്ക് ഇഷ്ടമല്ല ചെയ്യാൻ. പക്ഷെ കൂടുതലും വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പടം കുറവ്. എനിക്കത് ഞാൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നല്ല കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ അത് ചെയ്യാതിരിക്കും. എനിക്കിപ്പോ എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ചില ആൾക്കാർ ഇങ്ങനെ ലിഫ്റ്റിൽ കയറിട്ട് ഇങ്ങനെ നോക്കും. അല്ല, എനിക്ക് തന്നെ ജോണിനെ ഞാനിപ്പോ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. എന്റെ മനസ്സിൽ ജോൺ ഫസ്റ്റ് വരുന്നത് തൃശ്ശൂർ പൂരത്തിലാരും. എന്റെ മനസ്സിൽ ജോൺ പോലെ തൃശ്ശൂർ പൂരവും ആൻമറിയൊക്കെയാണ് എന്റെ മനസ്സിൽ. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ട് ചെയ്ത സീനേ അല്ല. ബേസിക്കലി അപ്പൊ ജോണാണോ ശുദ്ധനാണോ ഒരു പാവമാണോ? തൃശ്ശൂർ ഞാൻ ചെയ്ത സമയത്ത് എനിക്കത് ഞാൻ ഒട്ടും ഹാപ്പിയില്ല. ഞാൻ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെയായിരിക്കും അവിടെ പടം വന്നു, പടമായിരിക്കും ഓക്കെ, പടത്തിലത്തെ നീ ചെയ്ത പരിപാടി നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞിട്ടുള്ളൂ ഈ പറഞ്ഞ ബംഗാളി സീൻ ഉള്ളൂ. പല ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലിപ്പം ബംഗാളികളാണല്ലോ ഇവന്മാർ ഈ സീൻ കണ്ടു. സാർ ഈ പടത്തിലല്ലേ സാർ എന്റെ കുറെ ആൾക്കാരങ്ങനെ വന്നു. പിന്നെ ഇതിങ്ങനെ അതിന്റെ റീച്ച് ഭയങ്കരമായിരുന്നു. ആ ഒറ്റ സീന് ആ വണ്ടി വരുന്നതും പിന്നെ ആ തുണി വരുന്നതും ആ സീൻ ഭയങ്കരമായിട്ട് റീച്ചായി. പല ലാംഗ്വേജിൽ ഡബ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന എന്തായാലും രണ്ടുപേരും ഇനിയിപ്പോ കന്നഡയിലും കൂടി എത്തി. സിദ്ധാർത്ഥ ആദ്യമായിട്ടല്ലേ കന്നഡ ചെയ്യുന്നത്? ജോണം ആദ്യമായിട്ടാണ് കന്നഡ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും റിലീസ് ആവാൻ പോവാണ്. അപ്പൊ എന്താണ് ഇനിയിപ്പോ പ്രതീക്ഷ? കേരളം കടന്നു, പാൻ ഇന്ത്യ ആയി. അല്ല, ഉറപ്പായിട്ടും പാൻ ഇന്ത്യൻ പടങ്ങൾ ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. എല്ലാം അമരൻ ചെയ്തു അല്ലെ? അമരനും ചെയ്തു. ഇപ്പൊ കൂടുതൽ അവസരങ്ങൾ വരുന്നത് പുറത്തുനിന്നൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പുറത്തുനിന്ന് എനിക്ക് വരുന്നുണ്ട്. തെലുങ്കിൽ ഇപ്പൊ 1-2 പരിപാടി എനിക്ക് വന്നിരുന്നു. ഒരെണ്ണം ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാം. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് അടുത്ത ഡയറക്ഷൻ? ഞാനിപ്പോ ഒരു വർക്കിലാണ്. ഞാൻ ബയോപിക് ഞാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കാൻ ഡോക്ടർ വി.പി. ഗംഗാധരൻ, അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ബേസ് ചെയ്തിട്ട് ഒരു അൺടോൾഡ് പുള്ളിയുടെ ഒരു ചെറുപ്പം മുതലുള്ള ബേസ് ചെയ്തിട്ട് ബയോപിക് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ ഇപ്പൊ അതിന്റെ ഇതിലാണ് കൂടെ അഭിനയവും അങ്ങനെ പോകുന്നു അല്ലെ? ഇപ്പൊ ഇതൊക്കെ അഭിനയിച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ സിനിമ ജി മാർത്താണ്ഡൻ അതിലൊരു ചെറിയ ക്യാരക്ടർ റിലീസ് ആവാൻ പോണു അല്ലെ? അപ്പൊ എന്തായാലും ഓഡിയൻസോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, മാർച്ച് 6 തീയതി പടം തിയേറ്ററിൽ നിന്ന് കാണുക. ഒരിക്കലും ഇപ്പൊ ഈ പോസ്റ്ററൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കന്നഡ പടം ഒരു തെറ്റിദ്ധാരണയുണ്ട് പല ആളുകൾക്ക്. നമ്മള് മലയാളത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഇറക്കാൻ പോകുന്നത്. കന്നഡയ്ക്ക് വേറെ പടം. അപ്പൊ ഇത് മലയാളം തന്നെയാണ്. മലയാളം പടം വന്ന് കാണുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.